ചെടികൾ റീപോർട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു ഇന്ന്. 2 വർഷം കൂടുമ്പോഴെങ്കിലും മണ്ണുകളൊക്കെ റീപോർട്ട് ചെയ്യണം. എന്നാലുള്ളൂ നല്ലതായ നിലയിൽ ചെടികൾ വളർന്നു വരിക. നമ്മുടെ വീടിൻ്റെ ഒക്കെ മുമ്പാകത്ത് വീടിൻ്റെ മനോഹരക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെടികൾ വെക്കാറുള്ളത്, അലങ്കാരത്തിന് വേണ്ടിയിട്ട് വെക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലതുപോലെ നമ്മൾ മണ്ണ് ഒരുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോകൾ ഞാൻ മുമ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കരിയില കമ്പോസ്റ്റും എല്ലാം ഇട്ടതിന് ശേഷം, അഥവാ പോട്ടി മിക്സ് നല്ല നിലയിൽ പോട്ടി മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ നടുന്നത്. നല്ലതുപോലെ മണ്ണ് ഒരുക്കുന്നത് എങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ട് 15 ദിവസത്തോളം നമ്മൾ കുമ്മായത്തിൽ മണ്ണ് ട്രീറ്റ് ചെയ്ത് അതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി പവർ, അതേപോലെ കമ്പോസ്റ്റുകൾ, കരിയില കമ്പോസ്റ്റ് എല്ലാം കമ്പോസ്റ്റ് ആക്കണം. നമ്മളിപ്പോൾ മറ്റെന്താ പറയുക, ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾക്കൊക്കെ കേടാണ്. അപ്പോൾ എല്ലാം കമ്പോസ്റ്റ് ചെയ്ത്, അതേപോലെ തന്നെ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എല്ലാം നല്ലതുപോലെ അതിൽ യോജിപ്പിച്ച് അതിൻ്റെ അനുപാതത്തിൽ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. മുമ്പ് ഞാൻ കമ്പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നാലുള്ളൂ നമ്മൾ ചെടികളൊക്കെ നല്ലതുപോലെ, ഇനിയിപ്പോൾ 2 വർഷത്തിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ചെയ്താലുള്ളൂ നല്ലതുപോലെ വളർന്ന് കിട്ടുക. ഇതിൻ്റെ വേരുകളൊക്കെ ഞാൻ മുന്നേ ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേരുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, അടിയിലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് കണ്ടാൽ മതി എത്രത്തോളം നല്ലതുപോലെ അതെല്ലാം വേരോട്ടം ഉണ്ടായിക്കണമെന്നുള്ളത് മനസ്സിലാക്കാൻ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലതുപോലെ ചെടികൾ വളരുക. എല്ലാ വർക്കുകളും കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യണം.